നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മുടെ തേർഡ് ചാപ്റ്ററിലാണ് കേട്ടോ. കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഈ കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന് ഇങ്ങനെ എന്താ പറയുക, ഒരു പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യനും പിന്നെ കുറച്ചൊരു വൺ വേർഡിനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വളരെ അധികം ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ +2 നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഓക്കെ, കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സപ്പോസ് Q is equal to 5L² into K² is a production function. ഇതൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. Q is equal to 5L² into K². എന്നിട്ട് പറയാണ് ഔട്ട്പുട്ട് എത്രയാണ്, നിങ്ങൾ എത്ര മാക്സിമം ഔട്ട്പുട്ട് എത്രയായിരിക്കും when L is 10. Lന്റെ വാല്യൂ is given 10 ആണ്. Kയുടെ വാല്യൂ is given as 5. നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങൾ എന്തുമാത്രം നോക്കിയാൽ മതി, ആ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതുക. അപ്പൊ നമ്മൾ എടുത്തെഴുതി അല്ലേ, നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇതായിരുന്നു, നമ്മൾ അത് എടുത്തെഴുതി. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് L is equal to 10, K is equal to 5. ഈ വാല്യൂസ് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കിയേ, Q is equal to 5 into Lന്റെ വാല്യൂ 10 ആണ്, സോ 10² into Kയുടെ വാല്യൂ 5 ആണ്, സോ 5². Q is equal to 5 into 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 into 10, 10 into 10 100 ആണ്, into 5², 5 into 5 25. Okay, so the answer is 1000. Okay, 12,500. ഇത്രയും നമ്മൾ ഉണ്ടാക്കും അല്ലേ. 25 into 5 എത്രയാ? 125. 125 കൂടെ 100. ഓക്കെ, കറക്റ്റ്. അപ്പൊ നമ്മൾ എല്ലിന്റെ വാല്യൂ 10ഉം കെയുടെ വാല്യൂ 10 ആക്കുമ്പോൾ നമ്മൾ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്? 12,500 എന്തുണ്ടാക്കും? ഔട്ട്പുട്ട് ഉണ്ടാക്കും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. പ്രോബ്ലം ഇങ്ങനെയാണ് ചോദിക്കുക കേട്ടോ. ഇനി കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് ഈ കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അത് നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറയുന്നത് ഇപ്പോൾ x1 raised to alpha into x2 raised to beta. അതായത് നമ്മൾ രണ്ട് ഇൻപുട്സ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് x1 എന്നും x2 എന്നും പറയുന്ന ഇൻപുട്സ്. അതിപ്പോൾ ലാൻഡ് ആവാം, ലേബർ ആവാം, എന്തോ ആവാം മക്കളെ. ആ രണ്ട് ഇൻപുട്സും നമ്മൾ ആൽഫ ടൈപ്പിലും ബീറ്റ ഇതിലും റേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിൽ എന്തുണ്ടാവും? അതൊക്കെ ഇൻപുട്സ് അല്ലേ. ഇപ്പൊ 3 times വർദ്ധിപ്പിച്ചു, 5 times വർദ്ധിപ്പിച്ചു എന്നില്ലേ, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ലാൻഡിന്റെയും ലേബറിന്റെയും ഒക്കെ അളവുകൾ വർദ്ധിപ്പിക്കുക എന്നാണ് മീനിങ്. അങ്ങനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അപ്പുറത്ത് നമുക്ക് എന്ത് മാറ്റം വരും? ഔട്ട്പുട്ടിൽ മാറ്റം വരും. ആ ഔട്ട്പുട്ടിലെ മാറ്റമാണ് നമ്മുടെ ഈ കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതില് ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 1 ആണെങ്കിൽ നമുക്കറിയാം ഈ റിട്ടേൺസ് ടു സ്കെയിൽ, അതായത് ഇൻക്രീസിങ്, ഇത് നമുക്ക് 3 സ്റ്റേജ് ഉണ്ട്. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇതാണ് 3 എന്താ പറയാ സ്റ്റേജസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ കേട്ടോ. ഇൻക്രീസിങ്, CRS ആൻഡ് DRS. ഇതിൽ ഏതാണ് ഓരോന്നിലും ബാധകമാവുന്നത്? ഇപ്പൊ ആൽഫയുടെ വാല്യൂ ബീറ്റയുടെ വാല്യൂ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 1 ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? നമുക്ക് ഇത് പറയാം, ദിസ് ഇസ് CRS, കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ. നമ്മൾ വർദ്ധിപ്പിച്ചതൊക്കെ വേസ്റ്റ് ആയി. പണ്ട് ഉണ്ടായിരുന്ന അതേ ഔട്ട്പുട്ടാണ് നമുക്ക് ഇപ്പോഴും കിട്ടുന്നത്. ലാൻഡിന്റെ ലേബറിന്റെ ഒക്കെ അളവ് നമ്മൾ വർദ്ധിപ്പിച്ച് നോക്കി, പക്ഷെ നോ രക്ഷ. പണ്ട് ചെയ്ത അത്ര തന്നെ കിട്ടുന്നുള്ളൂ. വർദ്ധിപ്പിച്ചിട്ട് വലിയ മെച്ചമൊന്നുമില്ല. പണ്ട് ഉണ്ടായിരുന്നത് തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇസ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. മക്കളെ നോക്ക്, ആൽഫയുടെ വാല്യൂ 0.3 ആണ്, ബീറ്റയുടെ വാല്യൂ 0.7 ആണ്. 0.3ഉം 0.7ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടില്ലേ? അതേപോലെ തന്നെ നോക്ക്, ആൽഫയുടെ വാല്യൂ ആൽഫയുടെ വാല്യൂ 0.5 ആണ്, ഇതും 0.5 ആ. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടില്ലേ? അപ്പൊ ഈ ആൽഫയുടെയും ബീറ്റയുടെയും കൂടെ വാല്യൂ 1 കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം അതെന്ത് റിട്ടേൺസ് ആണ്? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഇനി 2 പോസിബിലിറ്റീസ് അല്ലാതെയും വരാം, വന്നൂടെ? ഏതാണ്? ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1. ഇപ്പൊ ആൽഫയുടെ വാല്യൂ 0.7 ആണ്, ബീറ്റയുടെ വാല്യൂ 0.5 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത സമയത്ത് നമുക്ക് 1.2 കിട്ടി. അത് ഒന്നിനേക്കാളും കൂടുതലല്ലേ? അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ഒന്നിനേക്കാളും കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? CRS. അല്ല സോറി, ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. അങ്ങനെയാണെങ്കിൽ ഒരു കേസും കൂടിയില്ലേ? യെസ്, ദിസ് ഇസ്. അതെന്താ, എങ്ങനെയാ അത് വരിക? ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ ഇത് 7 ആണ്, ഇത് 0.1 ആണ്.
0.7ഉം 0.1ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 0.8 കിട്ടുള്ളൂ. അത് <1 അല്ലേ? അങ്ങനെയാണെങ്കിൽ അതെന്താണ്? DRS ആണ്. കണ്ടോ, ഇത് വൺ വേർഡിനാണ് ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്തായാലും കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഓക്കെ.